ജില്ലകൾ രൂപീകരിക്കുക എന്നുള്ളത് അതൊരു സാധാരണ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സാണ്. പക്ഷേ മലപ്പുറത്ത് ഇതൊന്നും മുറിച്ചിട്ട് 2 ജില്ലയാക്കണം എന്ന് പറയുമ്പോൾ അതെന്തോ ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നമായിട്ട്, അത് വിഘടനവാദമാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ. 1969 ജില്ല ഉണ്ടാകുന്നത്. ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു അവകാശവാദം എന്താണ്? സി പി എമ്മിൻ്റെ ഒരു അവകാശവാദമാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഞങ്ങളാണ്. അത് വെച്ചാൽ സി പി എം ഭരിക്കുമ്പോഴാണ്. അത് വസ്തുതപരമായി ശരിയാണ്. പക്ഷേ നോക്കൂ, 1969 ആ ജില്ല രൂപീകരിക്കുന്നത്. അതിനുശേഷം 4 ജില്ലകൾ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട, വയനാട്. ആരെങ്കിലും ഞങ്ങളാണ് വയനാട് ജില്ല രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് എന്ന് അവകാശവാദമായിട്ട് ആരെങ്കിലും വരുന്നത് കണ്ടിട്ടുണ്ടോ? ഈ മലപ്പുറം ജില്ല രൂപീകരിച്ചത് മാത്രം ഒരു സവിശേഷ സംഗതിയാണെന്ന് എന്തുകൊണ്ടാണ്? പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായി ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളത്. അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഗവേണൻസിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പം വളരെ അടിയന്തരമായിട്ടുള്ളൊരു ആവശ്യമാണ്. കാരണം 47 ലക്ഷം മനുഷ്യരെയാണ് അവിടുത്തെ ഒരു ജില്ലാ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും അങ്ങനെയില്ല. അപ്പോൾ ഗവേണൻസിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളെ വിഭജിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായുള്ള കാര്യമാണ്. നമുക്ക് 1969 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ 500 പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 69 ശേഷം നമുക്ക് 1984 ഒടുവിൽ കാസർഗോഡ് ജില്ല രൂപീകരിച്ച ശേഷം പുതിയൊരു ജില്ലയെ രൂപീകരിച്ചിട്ടില്ല. അപ്പോൾ ജില്ലകൾ രൂപീകരിക്കുക എന്നുള്ളത് അതൊരു സാധാരണ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സാണ്. പക്ഷേ മലപ്പുറത്ത് ഇതൊന്നും മുറിച്ചിട്ട് 2 ജില്ലയാക്കണം എന്ന് പറയുമ്പോൾ അതെന്തോ ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നമായിട്ട്, അത് വിഘടനവാദമാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ. ഒരു ജില്ല രൂപീകരിക്കുന്നത് എന്തോ ഒരു സുരക്ഷാ പ്രശ്നമായിട്ട്, ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഞാൻ പറയുന്നത് മലപ്പുറം ജില്ല വിഭജിക്കുക എന്നുള്ളതല്ല, കേരളത്തിലെ ഈ മൊത്തത്തിൽ റവന്യൂ പുനഃസംഘാടനം നടത്തുന്നുള്ള അഭിപ്രായക്കാരാണ്. താലൂക്കുകളുടെ കാര്യത്തിൽ, ജില്ലകളുടെ കാര്യത്തിൽ സമ്പൂർണ്ണമായി ഓഡിറ്റിംഗ് നടത്തി പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുക. ആ നിലക്കുള്ള ഒരു റവന്യൂ റീഓർഗനൈസേഷൻ നടത്തണം. ഇപ്പം ഇടുക്കി ജില്ല, അത് ആളുകൾ കുറവാണെങ്കിൽ സൈസ് വളരെ വലുതാണ്. പാലക്കാട് ജില്ല ആൾ കൂടുതലാണ്, സൈസും വളരെ വലുതാണ്. എറണാകുളം ജില്ല, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ജില്ല വേണമെന്നുള്ള ദീർഘകാലത്ത് ആവശ്യമുണ്ട്. അത് വളരെ ജെന്യൂനായുള്ള ആവശ്യമാണ്. പക്ഷേ മലപ്പുറത്ത് മാത്രം അങ്ങനെ ഒരു ആവശ്യം പോലും ഉന്നയിക്കാൻ പറ്റില്ല.